നമസ്കാരം. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ നോക്കിയത് നമ്മുടെ തീം എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ ആക്ച്വൽ ടാസ്ക് ചെയ്യാം. എന്ന് വെച്ചാൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് BMI കാൽക്കുലേറ്ററാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി മോഡൽസും പ്രൊവൈഡേഴ്സും സർവീസ് ക്ലാസ് വിഡ്ജറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ UIയിൽ ആക്ച്വലി ഒരു സ്കഫോൾഡും ഒരു ആപ്പ് ബാറും ഉള്ളൂ. ഇതായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തത്. നമുക്ക് ഫീച്ചേഴ്സിൻ്റെ ഉള്ളിൽ BMI കാൽക്കുലേറ്റർ എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ട്. ഇതിപ്പോൾ ഒരു ഫീച്ചറേ ഉള്ളൂ. സപ്പോസ് ഇതിനകത്ത് വേറെയും ഫീച്ചർ ഉണ്ടെങ്കിൽ ഇറ്റ് ഹാസ് ഗോട്ട് ഫോൾഡേഴ്സ് ലൈക്ക് ദിസ്. വേറെ ഫോൾഡർ ഉണ്ടായിരിക്കും. അതുമായി റിലേറ്റ് ചെയ്ത മോഡൽസും പ്രൊവൈഡേഴ്സും സർവീസ് ക്ലാസ്സും ഒക്കെ അതത് ഫോൾഡേഴ്സിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കും. ഐ ഹോപ്പ് യു ഗോട്ട് ദ സ്ട്രക്ചർ ഓഫ് ദിസ് MVVM. ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തത്. നമുക്ക് തീം നമ്മുടെ സ്വിച്ച് ആവുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമുക്കൊരു മോഡൽ ക്ലാസ് എഴുതാം. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ഒരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യണം. അതിൻ്റെ പേര് BMI മോഡൽ എന്ന് പറഞ്ഞ ഫയൽ ക്രിയേറ്റ് ചെയ്തു. ആൻഡ് ആക്ച്വലി നമുക്ക് എന്തൊക്കെയായിരിക്കും വേണ്ടി വരിക? നമുക്ക് വേണ്ടത് നമുക്ക് ഹൈറ്റ് കിട്ടണം, വെയിറ്റ് നമുക്ക് അറിയണം എന്താണെന്നുള്ളത്. ദെൻ വാട്ട് ഈസ് ദ BMI? ഈ ഹൈറ്റും വെയിറ്റും വെച്ചിട്ട് നമ്മുടെ BMI വാല്യൂ എന്താണ്? ദെൻ എന്ത് കാറ്റഗറിയിൽ പെട്ടതാണ്? ദെൻ ആ കാറ്റഗറിയുടെ ഡിസ്ക്രിപ്ഷൻ എന്താണ്? ദാറ്റ് മീൻസ് അണ്ടർ വെയിറ്റ് അല്ലെങ്കിൽ ഓവർ വെയിറ്റ്, ഒബസിറ്റി, അങ്ങനത്തെ കാര്യങ്ങൾ വരും. അതനുസരിച്ച് നമുക്ക് അതാണ് കാറ്റഗറി എന്ന് പറയുന്നത്. ഡിസ്ക്രിപ്ഷൻ അതുമായി റിലേറ്റ് ചെയ്ത് നമുക്ക് എന്താണ് കാണിക്കേണ്ടത്. ദെൻ ഒബ്വിയസ്ലി ജെൻഡറും മാറുന്നതനുസരിച്ച് നമ്മുടെ BMI വാല്യൂസും മാറും. ഇതാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കൊരു മോഡൽ ക്രിയേറ്റ് ചെയ്യണം. യു ക്യാൻ ക്രിയേറ്റ് എ ക്ലാസ് കോൾഡ് BMI മോഡൽ. ഇവിടെ നമുക്ക് എന്ത് വേണം? വി ഹാവ് ടു ക്രിയേറ്റ് ഓൾ ദീസ് പ്രോപ്പർട്ടീസ് ലൈക്ക് ഡബിൾ height. Then let me replicate this thing, and this is double weight. Then what about and double BMI value. Then ഇനി നമുക്ക് വേണ്ടത് കാറ്റഗറി ആണ്, and that is a final string BMI category. ആൻഡ് ഇതേപോലെ സ്ട്രിങ് എന്നുള്ള സ്പെല്ലിംഗ് തെറ്റിയിട്ടുണ്ട്, സ്ട്രിങ്. ആൻഡ് ഇതേപോലെ നമുക്ക് എന്ത് വേണം? ഡിസ്ക്രിപ്ഷൻ വേണം. ഡിസ്ക്രിപ്ഷൻ. ദെൻ വി നീഡ് BMI. വാട്ട് എൽസ്? ഐ നീഡ് ജെൻഡർ. ആൻഡ് ഇനി നമുക്ക് കൺസ്ട്രക്ടർ എഴുതണം. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് BMI മോഡൽ ആൻഡ് കൺസ്ട്രക്ടർ എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് എഴുതാം. And all these are final values, so you can have required this dot height, required this dot weight, then required this dot description, and required this dot gender, and required this dot. What else? We need, I think, category, and that is called BMI category. Don't forget that comma. Required, it's a comma, not a dot. Required this dot BMI value, required this dot BMI category. ഇപ്പം ഞാൻ എൻ്റെ മോഡൽ മാനുവലി നമ്മൾ എഴുതുകയാണ് ചെയ്തത്. ബട്ട് യു ക്യാൻ ജനറേറ്റ് ദിസ് തിങ്. ആൻഡ് നമുക്കറിയാം, നമ്മളിപ്പോൾ നമ്മുടെ അസിസ്റ്റന്റ് നമുക്ക് ടൂൾ സിസ്റ്റം പോലെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് യു ക്യാൻ യൂട്ടിലൈസ് ദാറ്റ്. നമ്മൾ ഒരുപാട് സമയം വെറുതെ കളയണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ടൂൾ ഉപയോഗിക്കാം. ഞാനിവിടെ ക്ലോഡ് ഉപയോഗിക്കുന്നുണ്ട്. ആൻഡ് യൂഷ്വലി ഞാൻ ഉപയോഗിക്കുന്നത് ക്ലോഡാണ്. ആൻഡ് മൈ വേർഷൻ ഈസ് ആക്ച്വലി പ്രോ വേർഷൻ. ഒന്നുകൂടി പവർഫുൾ ആയിരിക്കും. നമുക്ക് ഫ്രീ ആയിട്ടുള്ള വേർഷൻസ് ഉപയോഗിക്കാം. ആൻഡ് ദിസ് ഈസ് മൈ ക്ലോഡ് ഇൻ്റർഫേസ്. ഐ ക്യാൻ ഹാവ് ദിസ് ഹിയർ. ക്രിയേറ്റ് BMI മോഡൽ constructor and initial factory constructor. And let's wait for it to generate the code. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ ക്ലോഡ് എന്ത് ചെയ്യും? ഡോട്ട് ക്ലാസ് എന്ത് ചെയ്യും? ജനറേറ്റ് ചെയ്യും ലൈക്ക് ദിസ്.
ആൻഡ് എക്സാക്ട്ലി നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ കാൽക്കുലേഷൻസ് ഒക്കെ ഇവിടെ തന്നെ ഹാപ്പൻ ചെയ്യുന്നുണ്ട്. ആൻഡ് യു ക്യാൻ യൂസ് ദിസ് ഇഫ് യു വാണ്ട്, അതർവൈസ് യു ക്യാൻ റൈറ്റ് ദിസ് ഇൻ യുവർ സർവീസ് ക്ലാസ്. സി ലെറ്റ് മീ കോപ്പി ദിസ് തിങ്. ആൻഡ് ഞാനിവിടെ ഒരു ഇത് നമ്മൾ ഇത്ര എഴുതി. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ എന്ത് ചെയ്യാം, ഇതേപോലെ ജനറേറ്റ് ചെയ്യാം. ആൻഡ് ഇഫ് യു വാണ്ട് യു ക്യാൻ കോപ്പി ദിസ് തിങ്. ഇത് നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാം, കോപ്പി ചെയ്യാം. യു ക്യാൻ റീപ്ലേസ് ദിസ് തിങ് ആൻഡ് ദിസ് ഈസ് യുവർ BMI മോഡൽ. ആൻഡ് ഞാനിപ്പോൾ ഇത് കാണിച്ചെന്താണ് നിങ്ങൾക്ക് ഇങ്ങനെ ജനറേറ്റ് ചെയ്യുന്നുള്ളത്. നമുക്ക് ഇത് ഉപയോഗിക്കണ്ട, ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുണ്ടായിരിക്കില്ല. ആൻഡ് ലെറ്റ് മീ റിമൂവ് ദിസ് തിങ്. ഇതിനകത്തുണ്ടായിരുന്ന ഈ ആവശ്യമില്ലാത്ത സാധനമൊക്കെ ഞാൻ എന്ത് ചെയ്തു, ആവശ്യമില്ലാത്ത എല്ലാ രീതിയിലും ചെയ്യാം. ഓക്കെ, ഞാനിവിടെ എഴുതി then initial constructor is going to, this is a method, this is a constructor, and this is going to give you factory return a BMI model. Okay, and I'll show you how can you generate the UI itself. നമ്മളുടെ മോഡലും ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് UI വരെ ജനറേറ്റ് ചെയ്തെടുക്കാം. നമ്മൾ വെറുതെ എഴുതി സമയം കളയേണ്ട ആവശ്യമില്ല. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ഹൗ factory constructor. So and I need to have height is actually നമ്മളെ ഹൈറ്റ് ആക്ച്വലി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡീഫോൾട്ട് ആയിട്ടൊരു ഹൈറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആപ്പ് കോൺസ്റ്റൻസിനകത്ത് യു ഹാവ് യുവർ ഡീഫോൾട്ട് ഹൈറ്റ്. ഓക്കെ, ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെയിറ്റ് എഴുതാം. അതും എവിടെ ഉണ്ടായിരിക്കും, ആപ്പ് കോൺസ്റ്റൻസിൻ്റെ ഉള്ളിൽ ഡീഫോൾട്ട് വെയിറ്റ് കാണും. ദെൻ യു ഹാവ് BMI വാല്യൂ ആൻഡ് ദാറ്റ് ഈസ്, ആൻഡ് I forgot to add one constructor here. This dot required, this dot BMI value. and നമ്മൾ കോപ്പി ചെയ്തപ്പോൾ നമ്മൾ ആദ്യം എഴുതിയ കൺസ്ട്രക്ടറിൽ ഒരെണ്ണം പോയിട്ടുണ്ട്, ഫൈനൽ double BMI value. We need this thing. Okay, and you can have BMI value and initially that is 0. Then പിന്നെന്ത് വേണം, BMI category വേണം, and that is, and where is that, and it is called category here. I think the better name is BMI category, and BMI category and BMI description, and you need to have the changes here also. BMI category and this is BMI description. Okay, ജനറേറ്റ് ചെയ്ത് ഉപയോഗിക്കാം. പക്ഷെ ഇനീഷ്യലി നമ്മൾ പഠിക്കുമ്പോൾ എഴുതി തന്നെയാണ് നല്ലത്, അല്ലെങ്കിൽ നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കില്ല. ആൻഡ് ദിസ് ഈസ് BMI കാറ്റഗറി ആൻഡ് ദാറ്റ് ഈസ് യുവർ, എവിടെ നിന്ന് വരുന്നതായിരിക്കും, ഇനീഷ്യലി നമുക്ക് ഒരു കാറ്റഗറി ഇല്ല. ദെൻ BMI ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഇനീഷ്യലി ഇറ്റ് ഈസ് empty string. ദെൻ വാട്ട് അബൌട്ട് ദ ജെൻഡർ ആൻഡ് ഡീഫോൾട്ട് ജെൻഡർ എന്ന് പറയുന്നത് BMI, and that is not BMI, app constants-ന്റെ ഉള്ളിൽ എവിടുന്ന് വരണം, and it is default gender, and I think that is male. And this is your what BMI value, BMI description, then weight, what else is missing here, and weight value, and that is, I don't want this thing here. Okay, നമുക്ക് ഇത് മതി, ഇത്ര വെച്ച് ചെയ്താൽ മതി. ഓക്കെ, ഇതാണ് നമ്മളുടെ എന്ത് മോഡൽ എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേണ്ടത്, വി നീഡ് ടു ഹാവ് എ സർവീസ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം. ഇവിടെയാണ് നമ്മുടെ ആക്ച്വൽ ലോജിക് ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും, വി ക്യാൻ ക്രിയേറ്റ് സംതിങ് കോൾഡ് BMI സർവീസ്. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് ഇഷ്യൂ, ഓക്കെ യു ഓൾറെഡി ഹാവ് എ BMI സർവീസ്. ഐ ക്യാൻ റിമൂവ് ദിസ് തിങ്, അത് ഞാൻ നേരത്തെ പരീക്ഷിച്ച് നോക്കിയതാണ്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. ആൻഡ് ദിസ് ഈസ് യുവർ ക്ലാസ് and BMI service class. Okay, and ഇവിടെ നമുക്ക് എന്തായിരിക്കും വേണ്ടിയത്, നമ്മുടെ UI എന്ന് പറയുന്നത് നമുക്ക് ജെൻഡർ സെലക്ട് ചെയ്യാൻ പറ്റണം. ദെൻ പിന്നെ എന്തുണ്ടായിരിക്കും, നിങ്ങൾക്ക് ഇവിടുന്ന് സ്ലൈഡേഴ്സ് ഉണ്ടായിരിക്കും, ഹൈറ്റ് സെലക്ട് ചെയ്യാനും വെയിറ്റ് സെലക്ട് ചെയ്യാനും. ദെൻ യു ഹാവ് ബട്ടൺ, ഇതായിരിക്കും നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഹൈറ്റ് മാറുമ്പോൾ BMI കാൽക്കുലേറ്റ് ചെയ്യണം, വെയിറ്റ് മാറുമ്പോൾ BMI കാൽക്കുലേറ്റ് ചെയ്യണം, ജെൻഡർ മാറുമ്പോൾ BMI കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ വി നീഡ് ടു റൈറ്റ് മെത്തേഡ്സ്. ആൻഡ് സോ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, വി നീഡ് ടു ഹാവ് എ മെത്തേഡ് കോൾഡ് calculate BMI.
ഓക്കെ. ആൻഡ് യു ക്യാൻ ഓൾസോ ജനറേറ്റ് ദിസ് തിങ്. ഇത് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാം. ഇതാണ് നമ്മളുടെ മോഡൽ ക്ലാസ്. ഓക്കെ. ആൻഡ് കം ടു യുവർ ക്ലൗഡ് ഇന്റർഫേസ്, പേസ്റ്റ് ദിസ് തിങ് ഹിയർ, ആൻഡ് യു ക്യാൻ ആസ്ക് ദ ക്ലൗഡ് ടു ജനറേറ്റ് ദ സർവീസ് ക്ലാസ് ഫോർ മീ. That is change height or update height എന്ന് കൊടുക്കാം. update height, update weight, then what else, and reset and change gender, and these are the UI interactions. അതിനനുസരിച്ച് നമുക്ക് BMI എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം. സോ അപ്പോൾ നമുക്ക് ഇവിടെ BMI സർവീസ് ക്ലാസ് എഴുതാം. ഇവിടെ ഞാൻ BMI ഇവിടെ കണ്ടില്ലേ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ദെൻ നമുക്ക് എന്തുണ്ട്, അപ്ഡേറ്റ് ഹൈറ്റ് മെത്തേഡ് എഴുതി, ദെൻ അപ്ഡേറ്റ് വെയിറ്റ് മെത്തേഡ് എഴുതി, ജെൻഡർ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തു, ദെൻ റീസെറ്റ് എഴുതി, ദെൻ കാൽക്കുലേറ്റ് BMI കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മെത്തേഡ് എഴുതി. ദെൻ അതനുസരിച്ച് നമുക്ക് എന്ത് വേണം, നമുക്ക് കാറ്റഗറീസ് ക്രിയേറ്റ് ചെയ്യണം. ആൻഡ് അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, വി നീഡ് ടു റിട്ടേൺ ദാറ്റ് മോഡൽ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആക്ച്വലി എഴുതേണ്ടത്. അപ്പോൾ നമുക്കിത് ഇപ്പോൾ നമ്മൾ ജനറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് കാണിച്ചാണ്, നിങ്ങളുടെ പോസിബിലിറ്റീസ് കാണിച്ചാണ്. നമ്മൾ മാനുവലി എഴുതി കുറേ സമയം സ്പെൻഡ് ചെയ്ത് ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരം സിംപിളി യു ക്യാൻ യൂസ് ദിസ് ടൂൾസ് ലൈക്ക് ദിസ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ജനറേറ്റ് ചെയ്യാം. ഓക്കെ. സോ നമുക്കൊന്ന് എഴുതി നോക്കാം. നമ്മൾ സർവീസ് ക്ലാസ്സിൽ വന്നിട്ട് ഇവിടെ ആദ്യം നമുക്ക് വേണ്ടത് എന്തായിരിക്കും, നമുക്ക് BMI കാൽക്കുലേറ്റ് ചെയ്യണം. BMI വാല്യൂ ആണ്. BMI വാല്യൂ റിട്ടേൺ ചെയ്യുന്നത് എപ്പോഴും എന്തായിരിക്കും, ഒരു ഡബിൾ വാല്യൂ ആയിരിക്കും. സോ ദ റിട്ടേൺ ടൈപ്പ് ഇസ്, ഇറ്റ്സ് ആക്ച്വലി ഡബിൾ കാൽക്കുലേറ്റ് BMI. ഓക്കെ. ദെൻ എന്തൊക്കെ പാരാമീറ്റർ വേണ്ടി വരും, BMI കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡബിൾ ടൈപ്പിലുള്ള ഹൈറ്റ്, ദെൻ ഡബിൾ ടൈപ്പിൽ വെയിറ്റ്, ദെൻ സ്ട്രിങ് ടൈപ്പിൽ നമുക്ക് എന്തും വേണം, ജെൻഡർ വേണം. സ്ട്രിങ് ടൈപ്പിൽ നമുക്ക് ജെൻഡറും വേണം. ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, BMI കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ നമ്മുടെ ഹൈറ്റ് എന്ന് പറയുന്നത് എന്തിലായിരിക്കും, സെന്റിമീറ്ററിലാണ്. സോ നമുക്ക് അതിനെ മീറ്ററിലേക്ക് മാറ്റണം. സോ ഡബിൾ ഹൈറ്റ് ഇൻ മീറ്റേഴ്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഹൈറ്റ് ഡിവൈഡഡ് ബൈ 100 ആണ്. ഓക്കെ. ഇനി നമുക്ക് വേണ്ട എന്തായിരിക്കും, നമ്മൾ സ്റ്റാൻഡേർഡ് BMI കാൽക്കുലേറ്റ് ചെയ്യണം. ഡബിൾ സ്റ്റാൻഡേർഡ് BMI ദാറ്റ് ഈസ് ഈക്വൽ ടു, we can give it in capital, BMI equal to, I is also capital, BMI equal to എന്തായിരിക്കും, weight divided by height in meters star height in meters ആണ്. ഓക്കെ. പക്ഷെ ഇവിടെ പ്രശ്നമുണ്ട്, നമ്മൾ ജെൻഡർ എന്ന് പറയുന്നത് ഫീമെയിൽ ആവുമ്പോൾ ആൻഡ് യു ഹാവ് ടു കൺസിഡർ വൺ മോർ പാരാമീറ്റർ, ആൻഡ് ദാറ്റ് ഈസ് ഈ ഫാക്റ്റ് ഒക്കെ എന്ന് പറയുന്നത് കുറച്ചുകൂടി ഈ ഫീമെയിൽ ജെൻഡർ വരുമ്പോൾ വി ഹാവ് ടു മൾട്ടിപ്ലൈ ദിസ് വിത്ത് എ ഫാക്ടർ ഓഫ് 0.9 അല്ലെങ്കിൽ 10% അഡീഷണൽ വരും. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം, ജെൻഡർ ഈക്വൽ ടു ആപ്പ് കോൺസ്റ്റൻസ് ഡോട്ട് ഫീമെയിൽ ആണെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, റിട്ടേൺ ചെയ്യേണ്ടത് സ്റ്റാൻഡേർഡ് BMIയുടെ കൂടെ നമ്മൾ എന്ത് ചെയ്തു, 0.9 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. എൽസ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്, യു ക്യാൻ റിട്ടേൺ ആൻഡ് സ്റ്റാൻഡേർഡ് BMI, അതായത് ജെൻഡർ എന്ത് ഫീമെയിൽ ആണെങ്കിൽ, ആൻഡ് വാട്ട് ഈസ് ദ ഇഷ്യൂ ഹിയർ, ആൻഡ് കോസിംഗ് നൾ ടു ബി റിട്ടേൺ, ആൻഡ് കാൽക്കുലേറ്റ് BMI നമ്മൾ എന്ത് ചെയ്തു, ഡബിൾ ഹൈറ്റ് വെയിറ്റ് ജെൻഡർ, ആൻഡ് കാൽക്കുലേറ്റ് BMI. What is the issue here? Equal to height divided by അതൊക്കെ ഓക്കെ ആണല്ലോ. സ്റ്റാൻഡേർഡ് BMI, ഡബിൾ സ്റ്റാൻഡേർഡ് BMI. It's not to be returned. Okay, just an operator ഇടപെടാം. ഓക്കെ. ഇനി നമുക്ക് വേണ്ടത്, നമുക്ക് എന്ത് കിട്ടണം, നമുക്ക് BMI കാറ്റഗറി കിട്ടണം. നമ്മൾ BMI കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, അതനുസരിച്ച് നമുക്ക് എന്ത് കിട്ടണം, BMI കാറ്റഗറി കിട്ടണം. ആക്ച്വലി നമുക്ക് ഇവിടെ ആയിരിക്കില്ല നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ആ സ്ലൈഡർ അപ്ഡേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് ഒക്കെ മാറ്റുന്ന പ്രൊവൈഡറിനുള്ളിലായിരിക്കും. ഞാൻ ഇവിടെയാണെന്ന് പറഞ്ഞെന്ന് തോന്നുന്നു.
നമുക്ക് ആ സ്റ്റേറ്റ് മാറ്റുന്നത് നമുക്ക് അപ്പുറത്ത് എഴുതാം. ഇനി ഇവിടെ നമുക്ക് എന്തായിരിക്കും വേണ്ടി വരിക, നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കാറ്റഗറി കിട്ടണം. എന്ന് വെച്ചാൽ നമ്മളൊരു BMI വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ആ BMI വാല്യൂ ഒരു പെർട്ടിക്കുലർ റേഞ്ചിലാണെങ്കിൽ നമ്മൾ അണ്ടർ വെയിറ്റ് ആണോ, നോർമൽ ആണോ, ഓവർ വെയിറ്റ് ആണോ എന്നുള്ള കാൽക്കുലേഷൻസ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ ലെറ്റ് മീ കോപ്പി സംതിങ്. ഞാൻ ടൈം സേവ് ചെയ്യാൻ വേണ്ടി ചെറിയൊരു കാര്യം കോപ്പി ചെയ്യുന്നുണ്ട്. ഇതാണ്, ആൻഡ് ദിസ് ഈസ് ആക്ച്വലി യുവർ BMI വാല്യൂ. ആൻഡ് ഇവിടെ നോക്കുക, ഇവിടെ നമ്മളെ ജെൻഡർ ആണ് ഇതിൽ. BMI വാല്യൂ പാസ് ചെയ്തിട്ടുണ്ട്, ജെൻഡർ പാസ് ചെയ്തിട്ടുണ്ട്. ദെൻ BMI വാല്യൂ ജെൻഡർ ഫീമെയിൽ ആണെങ്കിൽ വാട്ട് ഈസ് ടു ബി റിട്ടേൺ, അണ്ടർ വെയിറ്റ് ആണോ, ഇത് നമ്മൾ എവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ദിസ് ഈസ് ആക്ച്വലി ഇൻസൈഡ് യുവർ കോൺസ്റ്റൻസിനകത്ത് നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്ത കാര്യമാണത്. ജസ്റ്റ് ഒരു ഇഫ് എഴുതി കമ്പയർ ചെയ്യാണ് ചെയ്യുന്നത്. ഇതേപോലെ നിങ്ങൾക്ക് എന്ത് വേണം, കാറ്റഗറി ഡിസ്ക്രിപ്ഷൻസും കിട്ടണം. അതിനും നമുക്ക് ഇതേപോലെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മെത്തേഡ്സ് എഴുതാം. ലൈക്ക് ഞാൻ സെയിം ഇവിടെ വേറൊരു മെത്തേഡ് എഴുതി. ആൻഡ് ഇവിടെ ഉള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ എഴുതിയ കോഡും ഈ എഴുതിയ കോഡിൽ W, ഇപ്പോൾ നമ്മൾ എഴുതിയാൽ W ക്യാപിറ്റൽ ആണ്, നേരത്തെ എഴുതിയപ്പോൾ സ്മോൾ ലെറ്റർ എഴുതി, അതായത് പ്രശ്നം. ഓക്കെ, ഇവിടെ നോക്കുക, ഇതും എന്താണ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ, അതായത് നമ്മളുടെ കാറ്റഗറിയെ ബേസ് ചെയ്തിട്ടുള്ള കറസ്പോണ്ടിങ് ഡിസ്ക്രിപ്ഷൻസ് ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യേണ്ടത്, നമുക്ക് റിട്ടേൺ ചെയ്ത് വരേണ്ടത്. ഓക്കെ, ഇത് നമ്മൾ എവിടെ എഴുതി വെച്ചിട്ടുണ്ട്, കോൺസ്റ്റൻസിന്റെ ഉള്ളിൽ ഇവിടെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. BMI ഡിസ്ക്രിപ്ഷനും BMI കാറ്റഗറിയും ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മളവിടെ യൂട്ടിലൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സിംപിളി നമ്മളുടെ സർവീസ് ക്ലാസ് നമ്മൾ എഴുതി. ഇനി നമുക്ക് ഇവിടെ എന്ത് വേണം, നമുക്ക് നമ്മുടെ പ്രൊവൈഡർ എഴുതണം. പ്രൊവൈഡർ എവിടെയൊക്കെ എഴുതാം, പ്രൊവൈഡേഴ്സിന്റെ ഉള്ളിൽ വന്നിട്ട് യു ഹാവ് ടു ക്രിയേറ്റ് എ പ്രൊവൈഡർ ദാറ്റ് ഈസ് യുവർ BMI പ്രൊവൈഡർ എന്നെഴുതി. ഓക്കെ, ഇവിടെ എന്തായിരിക്കും ചെയ്യേണ്ടി വരിക, നമുക്ക് ആഡ് ദിസ് ടു യുവർ GitHub repo. ആൻഡ് ഇവിടെ നമുക്ക് ഈ പ്രൊവൈഡറിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എന്ത് ചെയ്യാൻ പോകുന്നത്, സ്റ്റേറ്റ് ഒക്കെ മാനേജ് ചെയ്യാൻ പോകുന്നത്. സോ യു ക്യാൻ ഹാവ് ക്ലാസ് ഹിയർ ആൻഡ് ദിസ് ഈസ് കോൾഡ് BMI പ്രൊവൈഡർ ദാറ്റ് എക്സ്റ്റെൻഡ്സ് ചേഞ്ച് നോട്ടിഫയർ. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് വേണം, വാട്ട് ഈസ് എ കറണ്ട് സ്റ്റേറ്റ്, എന്താണ് ഇപ്പോൾ കറണ്ട്ലി ഉള്ള സ്റ്റേറ്റ്. ദെൻ അപ്പോൾ നമുക്കത് കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് വേണ്ടത് BMI സർവീസിന്റെ ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യണം. BMI സർവീസ് അണ്ടർസ്കോർ BMI സർവീസ് ദാറ്റ് ഈസ് ഈക്വൽ ടു BMI സർവീസ്. ദെൻ you can call that initial constructorനെ ക്രിയേറ്റ് കോൾ ചെയ്യാം. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് കിട്ടും, ഒരു BMI ഒബ്ജക്റ്റ് കിട്ടും, BMI ഡാറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട്, BMI മോഡൽ ഡോട്ട് ഇനീഷ്യൽ എന്ന് കോൾ ചെയ്തു. ഓക്കെ, ഇത് നമ്മൾ എവിടെ എഴുതിയിട്ടുണ്ട്, BMI മോഡലിൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതെന്ത് ജനറേറ്റ് ചെയ്തിരും, ഈ ഒരു കാര്യം ജനറേറ്റ് ചെയ്തിരും, ഡീഫോൾട്ട് BMI വാല്യൂ ഇതായിരിക്കും നമുക്ക് ജനറേറ്റ് ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യണം, ഇതൊരു പ്രൈവറ്റ് ഒബ്ജക്റ്റ് ആയതുകൊണ്ട് ഇതിനെ നമുക്ക് നമ്മളെ UIയിൽ ഇതിനെ നമ്മൾ ആക്സസ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഇവിടെ നമുക്കൊരു ഗെറ്റർ വേണം. സോ BMI മോഡൽ ആൻഡ് ഗെറ്റ് BMI ഡാറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു that is going to give you underscore BMI data. ഓക്കെ, ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഹൈറ്റ് അപ്ഡേറ്റ് ചെയ്യാനും വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യാനും ജെൻഡർ അപ്ഡേറ്റ് ചെയ്യാനും റീസെറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് എഴുതാൻ പോകുന്നത്. സോ ഫസ്റ്റ് നമുക്ക് ഹൈറ്റ് അപ്ഡേറ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ നമ്മളെ UIയിൽ നിന്നും നമ്മൾ ഹൈറ്റ് എന്ന് പറയുന്ന സ്ലൈഡർ ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് പുതിയ BMI കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഇവിടെ void update height എന്ന് പറയുന്ന ഒരു മെത്തേഡ് എഴുതി. ഓക്കെ, എന്തായിരിക്കും ഇതിൽ പാസ് ചെയ്ത് കൊടുക്കേണ്ടി വരിക, ഹൈറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഡബിൾ ഹൈറ്റ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ HEIGHT ഹൈറ്റ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ പാസ് ചെയ്തു. ആൻഡ് ഇത് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം, ഈ കിട്ടിയ ഹൈറ്റ് വെച്ച് പുതിയ BMI കാൽക്കുലേറ്റ് ചെയ്യണം. ആൻഡ് ഫൈനൽ ഡബിൾ BMI വാല്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു അണ്ടർസ്കോർ BMI സർവീസ് ഡോട്ട് കാൽക്കുലേറ്റ് BMI. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് വേണം, വി നീഡ് ടു പാസ് ദ വാല്യൂസ്. ആൻഡ് വാട്ട് ഈസ് എ ഹൈറ്റ് എന്ന് പറയുന്നത്, ആൻഡ് യു കൻ പുട്ട് ഹൈറ്റ് എന്ന് പറയുന്നത് ഹൈറ്റ് തന്നെയാണ്. ഇവിടെ എന്തായിരിക്കും മിസ്സിംഗ് ആയിട്ടുള്ള, ആൻഡ് ഡബിൾ ടൈപ്പ് കാൺ ബി അസൈൻ ടു, യു കൻ ഹാവ്. ആൻഡ് ഇവിടെ നമുക്ക് എന്ത് വേണം, വെയിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഫിക്സ് ചെയ്യാം.
BMI data underscore BMI ഡാറ്റയാണ്. BMI data, it's not date, it's actually data. ഓക്കെ, ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, കറക്റ്റ് ചെയ്യണേ. BMI ഡാറ്റ ഡോട്ട് വെയിറ്റ് ആണ്. ദെൻ ഇവിടെ ജെൻഡർ എന്ന് പറയുന്നത് BMI ഡാറ്റ ഡോട്ട് ജെൻഡർ ആണ്. എനിക്ക് കറക്റ്റ് ഫസ്റ്റ് നമുക്ക് ഇതൊന്ന് കറക്റ്റ് ചെയ്യാം. നമ്മൾ മോഡലിൽ പോയിട്ട് ഇവിടെ നമ്മൾ കറക്റ്റ് ചെയ്തു. ഓക്കെ, ഇത് ഓക്കെയാണ്. BMI സർവീസിൽ പോയി കാൽക്കുലേറ്റ് BMI, ലെറ്റ് മീ റിമൂവ് ദിസ് തിങ്. ഓക്കെ, ആൻഡ് എന്നിട്ട് നമ്മൾ BMI സർവീസിനകത്തുനിന്ന് ഓക്കെ കാൽക്കുലേറ്റ് BMI ഡബിൾ ഹൈറ്റ് ഡബിൾ വെയിറ്റ് സ്ട്രിങ്. ആൻഡ് വാട്ട് ഈസ് ദ ഇഷ്യൂ, ദ മൈറ്റ് കംപ്ലീറ്റ് നോർമലി. ആൻഡ് ഇഫ് ജെൻഡർ ഈക്വൽ ടു റിട്ടേൺ ചെയ്യേണ്ടത് സ്റ്റാൻഡേർഡ് BMI, എൽസ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് BMI ആണ്. ഓക്കെ, വാട്ട് ഈസ് ദ ഇഷ്യൂ ഹിയർ? ഞാൻ നേരത്തെ ഇതൊന്ന് കോപ്പി ചെയ്തിട്ട് നോക്കുന്നുണ്ട് എന്താണ് പ്രശ്നം എന്ന് പറയാൻ വേണ്ടി. ഓക്കെ, വാട്ട് ഈസ് ദ ഡിഫറൻസ്? ഓക്കെ, ആൻഡ് ഇനി നമുക്ക് വേണ്ടത് ഇപ്പം നമ്മളത് അതൊന്ന് ഫിക്സ് ചെയ്തു. ഇവിടെ നമുക്ക് ഹൈറ്റ് എന്ന് പറയുന്നത് HEIGHT ആൻഡ് റിമൂവ് ദിസ് തിങ്. ഓക്കെ, ഇതാണ് നമ്മളുടെ പുതിയ BMI വാല്യൂ കാൽക്കുലേറ്റ് ആവും ഇത് വെച്ചിട്ട്. അപ്പോൾ നമുക്കിനി എന്ത് വേണം? ഇവിടെ വന്നിട്ട് കാറ്റഗറിയെ കുറിച്ച് നമ്മൾ സംസാരിക്കണം. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യാണ്. കാറ്റഗറി എന്ന് പറയുന്നത് ഫൈനൽ സ്ട്രിംഗ് category that is equal to underscore BMI service dot get BMI category. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? BMI വാല്യൂ പാസ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ ജെൻഡർ പാസ് ചെയ്ത് കൊടുക്കണം. ജെൻഡർ എന്ന് പറയുന്നത് എന്തായിരിക്കും? BMI ഡാറ്റയിൽ നിന്നും ജെൻഡർ എടുത്തിട്ട് എന്ത് ചെയ്യും? പാസ് ചെയ്ത് കൊടുത്തു. അപ്ഡേറ്റ് ഡീഫോൾട്ട് വാല്യൂ ഒക്കെ അവിടെ വരുന്നത്. ഇതേപോലെ നമുക്ക് എന്ത് വേണം? ഫൈനൽ സ്ട്രിംഗ് ഡിസ്ക്രിപ്ഷൻ കിട്ടണം. ഡിസ്ക്രിപ്ഷൻ that is equal to underscore BMI service dot get BMI description. Category is okay. Then what is gender? And gender എന്ന് പറയുന്നത് എന്തായിരിക്കും? BMI gender ആയിരിക്കും. BMI data dot gender. Okay, put a semicolon. Then ഇത്രയും കഴിഞ്ഞാൽ we need to return എന്ത് ചെയ്യേണ്ടി വരും? string. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇവിടെ വന്നിട്ട് അണ്ടർസ്കോർ BMI ഡാറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു BMI മോഡൽ. ഹൈറ്റ് ഇസ് ഹൈറ്റ്, വെയിറ്റ് എന്ന് പറയുന്നത് അണ്ടർസ്കോർ BMI ഡാറ്റ ഡോട്ട് വെയിറ്റ് ആണ്. കാറ്റഗറി ഈസ് ആക്ച്വലി കാറ്റഗറി. ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് അണ്ടർസ്കോർ BMI ഡാറ്റ ഡോട്ട് ഡിസ്ക്രിപ്ഷൻ ആണ്. ആണോ? അല്ലല്ലോ, നമ്മളോട് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ സാധനം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടില്ല. സോ ദാറ്റ് ഈസ് ഡിസ്ക്രിപ്ഷൻ. ദെൻ ജെൻഡർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ആക്ച്വലി BMI ഡാറ്റ ഡോട്ട് ജെൻഡർ. ആൻഡ് വാട്ട് ഈസ് ദ ലാസ്റ്റ് വൺ? BMI വാല്യൂ എന്ന് പറയുന്നത് ആൻഡ് ദിസ് ഈസ് ആക്ച്വലി BMI വാല്യൂ ആൻഡ് പുട്ട് എ സെമിക്കോളൻ അറ്റ് ലാസ്റ്റ്. ഞാനൊന്ന് ഫോർമാറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മൾ എഴുതിയത്. ഓക്കെ, ഇതേപോലെ നമുക്ക് എന്ത് വേണം? വി നീഡ് ടു റൈറ്റ് അപ്ഡേറ്റ് വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു മെത്തേഡ് വേണം. സെയിം ആയിരിക്കും. എവിടെയായിരിക്കും മാറ്റം ഉണ്ടാവുക? ഇതും എന്തായിരിക്കും? പാരാമീറ്ററിൽ നിന്ന് വരും. ഓക്കെ, അതായത് വെയിറ്റ് എന്നുള്ള പാരാമീറ്റർ. അതിന് ഇവിടെ ഹൈറ്റ് എന്തായിരിക്കും? അണ്ടർസ്കോർ BMI ആ ഹൈറ്റ് ആയിരിക്കും വരും. ദെൻ ജെൻഡർ ഇതേപോലെ തന്നെ, വേറെ മാറ്റമൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഞാനിതൊന്നും എന്ത് ചെയ്യുന്നുണ്ട്? കോപ്പി ചെയ്യുന്നുണ്ട്. ആൻഡ് ഐ വിൽ എക്സ്പ്ലെയിൻ. ഡബിൾ വെയിറ്റ് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? കാൽക്കുലേറ്റ് BMI. ഇവിടെ നമുക്ക് ഹൈറ്റ് നമുക്ക് ഇവിടെ ഇല്ല, അപ്പോൾ ഇനീഷ്യൽ വാല്യൂ എടുത്തു. വെയിറ്റ് നമ്മൾ സപ്ലൈ ചെയ്തത്. ദെൻ എന്ത് ചെയ്തു? പുതിയ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ ഇതേപോലെ നമുക്ക് ജെൻഡർ ഉണ്ടായിരിക്കും. ജെൻഡർ ആയിരിക്കും പാസ് ചെയ്യും. അപ്പോൾ ഹൈറ്റും വെയിറ്റും ഡീഫോൾട്ട് ആയിരിക്കും. ജെൻഡർ നമ്മൾ ഇട്ട് കൊടുത്തത്. ഇനി നമുക്ക് എന്ത് വേണം? വോയിഡ് റീസെറ്റ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് വരും. എന്തായിരിക്കും റീസെറ്റ് ചെയ്യേണ്ടി വരിക? ഈ ഒബ്ജക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് മാറ്റിയാൽ മതി. സോ യു ക്യാൻ മേക്ക് ദിസ് ഇനീഷ്യൽ സ്റ്റേറ്റ്. പിന്നെ എന്ത് ചെയ്യേണ്ടി വരും? ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് മാറ്റിയത് മാത്രം മതിയോ? കാറ്റഗറി അങ്ങനത്തെ കാര്യമൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ
അതിനുശേഷം നമ്മൾ BMI കാൽക്കുലേറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, കാറ്റഗറി കാൽക്കുലേറ്റ് ചെയ്യണം. അങ്ങനത്തെ കാര്യമൊക്കെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി. സോ യു ക്യാൻ ഹാവ് ദ സെയിം തിങ്. പക്ഷെ എവറി ടൈം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഈ BMI എന്ത് ചെയ്യുന്നുണ്ട്, കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് റിമെമ്പർ, ആഫ്റ്റർ എവറി കാൽക്കുലേഷൻ യു ഹാവ് ടു നോട്ടിഫൈ ദ ലിസണേഴ്സ്. ഇവിടെ ഉണ്ടായിരിക്കും, ഇവിടെ ഉണ്ടായിരിക്കും, ഇവിടെ ഉണ്ടായിരിക്കും. ഇതാണ് നമ്മളുടെ പ്രൊവൈഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രൊവൈഡറാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ UIL യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം എന്ത് വേണം, ആദ്യം നമ്മുടെ മെയിൻ ഡോട്ടിൽ വന്നിട്ട് നമ്മളൊരു മൾട്ടി പ്രൊവൈഡർ എഴുതിയിരുന്നു. ഇവിടെ ചേഞ്ച് നോട്ടിഫൈ, യു ക്യാൻ ഹാവ് ചേഞ്ച് നോട്ടിഫൈ പ്രൊവൈഡർ. ഏതായിരിക്കും പ്രൊവൈഡർ? ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം, BMI പ്രൊവൈഡർ, നോട്ട് സർവീസ്, ഇറ്റ്സ് ആക്ച്വലി പ്രൊവൈഡർ. ഓക്കെ, റീബൂട്ട് ചെയ്തു. ഇനി നമുക്ക് UI ബിൽഡ് ചെയ്യണം. UI ബിൽഡ് ചെയ്യാൻ വേണ്ടി ഒന്നുകിൽ നമുക്ക് ഫ്രം സ്ക്രാച്ച് എഴുതി ഉണ്ടാക്കാം, അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ആൻഡ് ദിസ് ഈസ് യുവർ ഹോം വ്യൂ. ഓക്കെ, ദിസ് ഇസ് എ ഹോം വ്യൂ. ആൻഡ് ലെറ്റ് മീ സീക്ക് ദ ഹെൽപ്പ് ഓഫ് ക്ലൗഡ് ആൻഡ് ക്രിയേറ്റ് ദ UI ഫോർ BMI കാൽക്കുലേഷൻ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, എൻ്റെ പ്രൊവൈഡറും കൂടി ഒന്ന് പാസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ആ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. Okay, and you can press enter or you can click this arrow. Okay, let me check ഇത് ക്രിയേറ്റ് ആവുമെന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ UI ഇവിടെ ക്രിയേറ്റ് ആവുന്നുണ്ട്. ലെറ്റ്സ് ചെക്ക് വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ. ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ജെൻഡർ സെലക്ടർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ജെൻഡർ ബട്ടൺ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് മേ ബി ഞാൻ നേരത്തെ ക്രിയേറ്റ് ചെയ്ത പോലെ ആയിരിക്കില്ല, പക്ഷെ ഇറ്റ്സ് സംതിങ് ഡിഫറെൻറ്റ്. ഇത് നിങ്ങൾക്ക് നിങ്ങൾ ഇപ്പോൾ നമ്മൾ ലോജിക്കും കാര്യമൊക്കെ നമ്മൾ എഴുതിണ്ടാക്കി. അല്ലെങ്കിൽ നമ്മൾ UI എന്ത് ചെയ്യണം, UI ബിൽഡ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വി ആർ സ്പെൻഡിങ് ലോട്ട് ഓഫ് ടൈം. സോ യു ക്യാൻ സേവ് ദാറ്റ്. ആൻഡ് ദിസ് ഈസ് വാട്ട് ദ അഡ്വാൻറ്റേജ് ഓഫ് യുവർ AI ടൂൾസ്. നിങ്ങൾക്ക് ഫ്ലട്ടർ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. നൗഡേയ്സ് നിങ്ങൾക്ക് കോഡ് എഴുതൽ അത്ര ഈസി ടാസ്ക്, അത്രയ്ക്ക് tedious പണിയൊന്നുമല്ല. നിങ്ങൾക്കൊരു പവർഫുൾ കമ്പാനിയൻ നിങ്ങളെ കൂടുതലുണ്ട്. യു ക്യാൻ ഡു എനിത്തിങ് യു വാണ്ട്. ആൻഡ് ഐ എം ഗോയിങ് ടു റീപ്ലേസ് മൈ UI here. ഞാൻ അവിടുന്ന് കോപ്പി ചെയ്ത് ഇത് വെച്ച് റീപ്ലേസ് ചെയ്തു. ആൻഡ് യു നീഡ് ടു ഹാവ് ഇമ്പോർട്ട് യുവർ ഫയൽസ്, ബിക്കോസ് നമ്മുടെ ഫയൽ സ്ട്രക്ചർ എങ്ങനെയാണ് കിടക്കുന്നത് എന്നുള്ള കാര്യം അറിയില്ല. അപ്പം ഞാൻ എൻറ്റയർലി ആ ക്ലൗഡ് AI തന്ന കോഡാണ് ഇവിടെ കോപ്പി ചെയ്തിട്ടത്. ഓക്കെ, ഒന്നുമില്ല, കമ്പോണന്റ് ആക്കിയിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് അതിനെ വിഡ്ജറ്റ്സ് ഫോൾഡറിനുള്ളിലേക്ക് മാറ്റുകയൊക്കെ ചെയ്യാം. ആൻഡ് ലെറ്റ് മീ റീബൂട്ട് ദിസ് തിങ്. ഓക്കെ, ആൻഡ് ലെറ്റ്സ് വെയിറ്റ്. ഓക്കെ, സീ ദ മാജിക്. നിങ്ങൾക്ക് എന്ത് വന്നു, നിങ്ങൾക്ക് ഇവിടെ മെയിലാണോ സെലക്ട് ചെയ്യാം. ദെൻ യു ക്യാൻ മൂവ് ദിസ്. ഇറ്റ്സ് നോട്ട് മൂവിങ്. ആൻഡ് സി, ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇത് മൂവ് ചെയ്യുന്നില്ല. ആൻഡ് ദർ ഈസ് സം ഇഷ്യൂ. ആൻഡ് ഇറ്റ് ഈസ് ബിക്കോസ് എന്തായിരിക്കും നിങ്ങൾ ഫൈൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കുമോ. അതിൻ്റെ കാരണം ഇവിടെ എന്ത് ചെയ്തിട്ടില്ല അറിയോ. അത് മൂവ് ചെയ്യാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മൾ അപ്ഡേറ്റ് ഹൈറ്റിനകത്ത് എന്ത് കോൾ ചെയ്തിട്ടില്ല, നോട്ടിഫൈ ലിസണേഴ്സിനെ കോൾ ചെയ്തില്ല. വെരി സിമ്പിൾ. ഇവിടെ കണ്ടോ, നൗ ഇറ്റ് ഈസ് ചേഞ്ചിങ്. ഓക്കെ, ആൻഡ് ഇനി ഞാൻ പറയുകയാണെന്ത്, നമുക്ക് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല, നമുക്ക് ഭംഗിയില്ല, അതായത് ഇതിൽ കാണാൻ വലിയ ലുക്കൊന്നുമില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഐ ക്യാൻ സേ മേക്ക് ദിസ് മോർ പ്രൊഫഷണൽ ലുക്കിംഗ് എന്ന് പറഞ്ഞു. ഒന്നുകൂടി ഞാൻ എന്ത് ചെയ്തു, നിങ്ങൾക്ക് UI ഉണ്ടെങ്കിൽ എക്സാക്ട്ലി ആ UI ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ അത് ക്രിയേറ്റ് ചെയ്ത് തരും. സോ നിങ്ങൾ സ്വന്തം ആദ്യമായിട്ട്, അല്ലെങ്കിൽ ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾ എഴുതി തന്നെ പഠിക്കണം. ഞാനിപ്പോൾ ഒരു 7 years ആയി ഈ പറയുന്ന ഡൊമൈനിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഒരു കോഡ് പോലും എന്ത് ചെയ്യാറില്ല, ഞാൻ എഴുതാറില്ല, ടു ബി ഫ്രാങ്ക്. ബിക്കോസ് നമുക്ക് പവർഫുൾ ആയിട്ടുള്ള കമ്പാനിയൻസ് നമ്മളെ കൂടെ ഉണ്ട്, AI ടൂൾസിലുണ്ട്. വൈ യു ആർ റൈറ്റിംഗ് ദ സെയിം കോഡ് അഗെയിൻ ആൻഡ് അഗെയിൻ. ആൻഡ് ഈവൻ നിങ്ങൾക്ക് കോംപ്ലക്സ്, നമുക്ക് തിങ്ക് ചെയ്യാൻ പറ്റാത്ത ലോജിക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇതിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഐ തിങ്ക് ഒരു ഹാഫ് ആൻ ഇയർ അല്ലെങ്കിൽ ഒരു 1 year കൊണ്ട് എന്ത് ചെയ്യും, AI വിൽ ടേക്ക് എവറിത്തിങ്, അല്ലെങ്കിൽ ടേക്ക് ഓവർ ചെയ്യും എന്നുള്ളതാണ്. അതായത് നമ്മൾ ഉണ്ടായിരിക്കും, ഡെവലപ്പേഴ്സൊക്കെ ആവശ്യം ഉണ്ടായിരിക്കും, പക്ഷെ എന്ത് ചോദിക്കണം, എന്ത് പ്രോംപ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യത്തിന് മാത്രം മതിയായിരിക്കും നമ്മൾ. ബാക്കിയൊക്കെ നിങ്ങൾക്ക് ബേസിക് അല്ലെങ്കിൽ ഒരു തറവ് അണ്ടർസ്റ്റാൻഡിങ് ആ ടെക്നോളജിയിൽ ഉണ്ടെങ്കിൽ യു ക്യാൻ മേക്ക് എനിത്തിങ്. ഓക്കെ, ആൻഡ് ലെറ്റ്സ് വെയിറ്റ്. ഇറ്റ്സ് ജനറേറ്റിംഗ്. ബ്ലിങ്ക് ഓഫ് ആൻ ഐ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇത് ഫ്രീ വേർഷൻ അല്ല, പെയ്ഡ് ആണ്. ഫ്രീയിൽ നിങ്ങൾക്ക് ടോക്കൺ ലിമിറ്റ് ഒക്കെ ഉണ്ടായിരിക്കും ജനറേറ്റ് ചെയ്യുന്നതിന്. സോ ഞാനിവിടെ എക്സാക്ട്ലി എനിക്ക് കിട്ടിയ UI അവിടെ നിന്ന് എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്നു പേസ്റ്റ് ചെയ്തു. ആൻഡ് യു ഷുഡ് ഹാവ് ടു പ്രോപ്പർലി ഇമ്പോർട്ട്. ഇവിടെ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കണം. സേവ് ദിസ്
നോ ഐ തിങ്ക് നേരത്തെ കണ്ട പോലെയൊക്കെ തന്നെയാണ്. പക്ഷെ ഒന്നുകൂടി അതിന്റെ ഹൈറ്റ് ഇവിടെ ഉണ്ട്, വെയിറ്റ് ഇവിടെ ഉണ്ട്, ഹെൽത്ത് അസസ്മെന്റ് ഇവിടെ താഴെ വന്നിട്ടുണ്ട്. യു ക്യാൻ മേക്ക് ചേഞ്ച് ദിസ്, you can change this, and my weight is actually 73 and height is actually 172. Okay, and your BMI index and health assessment is coming here. Okay, and I think this is enough, and you can change this to dark mode. Dark mode like everything is switched to dark theme. ഓക്കെ, ആൻഡ് ഇറ്റ്സ് വർക്കിംഗ്. ആൻഡ് ഈ യു ഐ ബിൽഡ് ചെയ്യുന്ന ഞാൻ രണ്ടാമത് എഴുതുന്നില്ല, കാരണം അത് നല്ല ടൈം എടുക്കും ഇത് എഴുതാൻ വേണ്ടി. വീഡിയോ നല്ല ലെങ്തി ആയി പോകും, നിങ്ങൾക്ക് നല്ല ബോറിംഗ് ആയിരിക്കും. ബിക്കോസ് എവറിബഡി ഈസ് കംഫർട്ടബിൾ വിത്ത് യു ഐ. ആൻഡ് യു ഐ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇനിയും ഇതിനെ ട്വിക്ക് ചെയ്യാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല, അതായത് മോർ കളർഫുൾ ആയിട്ടുള്ള കളർഫുൾ. ആൻഡ് ഞാൻ ഒന്നുകൂടി ഒരു പ്രോംപ്റ്റും കൂടി കൊടുത്തു, എന്തൊക്കെ അതിൻ്റെ ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി. ഒന്നുകൂടി കളർഫുൾ ആൻഡ് ഇൻറ്റ്യൂട്ടീവ് യു ഐ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ജനറേറ്റ് ദ യു ഐ ഫോർ യു. ഓക്കെ, ആൻഡ് ലെറ്റ്സ് വെയിറ്റ്, ഇറ്റ്സ് ഹാപ്പനിങ് വെരി ഫാസ്റ്റ്. ഈ ഒരു പേസിൽ നമുക്ക് കോഡ് എഴുതാൻ പറ്റുമോ നമ്മൾ തിങ്ക് ചെയ്ത് നോക്കുക. ആൻഡ് അപ്പോൾ അത്രയും ഫാസ്റ്റാണ് നമ്മുടെ ഡെവലപ്മെൻറ്റ്. നമുക്ക് ഈവൻ നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഞാൻ നോക്കട്ടെ, എൻ്റെ BMI യുടെ ഐ മീൻ നമുക്ക് യു ഐ ഉണ്ടോ നോക്കാം. ഇതിൽ യു ഐ ഡിസൈൻസ് ഉണ്ടോ നോക്കാം. എന്നിട്ട് ആ യു ഐ ഡിസൈൻ ഇട്ട് കൊടുത്താൽ അതേപോലെ ചെയ്യൂ, ഇത് തരുമോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ആൻഡ് ഒരു എൻറ്റയർ ആപ്പ് ഫുള്ളി ബിൽറ്റ് ഓൺ ക്ലൗഡ് എങ്ങനെ ചെയ്യുന്നത് കാണിച്ചു തരാം. ഒരു പ്രൊഡക്ഷൻ ക്വാളിറ്റി ആപ്പ് എങ്ങനെ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ ചെയ്യാം. പ്രോമിസ് അല്ല, ഞാൻ ട്രൈ ചെയ്യാം. ബിക്കോസ് അത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ലെറ്റർ കോഡൊന്നും എഴുതൂല. ഞാനിപ്പോൾ എഴുതാറില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. ഫുള്ളി AI മാറി. ഓക്കെ, എവറിത്തിങ്, അതായത് ക്ലൗഡിനെയാണ് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. പവർഫുൾ ആണ്, ഐ ലവ് ഇറ്റ്. ദെൻ ക്ലൗഡിൻ്റെ കോഡ് എന്ന് പറയുന്ന പുതിയത് വന്നിട്ടുണ്ട്. പുതിയതല്ല, ഒരു ബീറ്റ വേർഷൻ ഉണ്ട്. ദാറ്റ് മീൻസ് യു ക്യാൻ ഇൻറ്റഗ്രേറ്റ് ദാറ്റ് ടു യുവർ കോഡ് ബേസ്. ഇതിപ്പോൾ നമ്മൾ അങ്ങോട്ട് കാര്യങ്ങൾ കൊടുത്ത് കോൺടാക്ട്സിനെ മനസ്സിലാക്കണം. ഇയാളെ ഇങ്ങോട്ട് കൊണ്ടുവരാം എന്ന് വെച്ചാൽ നമ്മൾ പ്രൊജക്ട് ഫോൾഡറിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് എവറി ടൈം നമ്മൾ ഈ കോൺടാക്ട്സ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കേണ്ടത്. അതിപ്പോൾ കറൻ്റ്ലി ഐ തിങ്ക് ലിനക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് തോന്നുന്നു. സോ ഐ ക്യാൻ കോപ്പി ദിസ് തിങ്. ഞാനിത് കോപ്പി ചെയ്തു. ഇത് കോംപ്ലക്സ് ആണിത്, യു ഐ കോംപ്ലക്സ് ആയിട്ടായിരിക്കും ബിൽഡ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ നമുക്ക് നമ്മളെ ഫങ്ഷനാലിറ്റി കിട്ടണം, നമുക്ക് നമ്മളെ യു ഐ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം, കിട്ടണം. ആൻഡ് ഇവിടുത്തെ പ്രശ്നം ഈ മോഡൽസ് ഈ വിത്ത് ഒപ്പാസിറ്റി ഒന്നും ഇപ്പോൾ അവൈലബിൾ അല്ല കേട്ടോ. മേ ബി അതിൻ്റെ നോളജിൽ അത് അപ്ഡേറ്റ് ആയിട്ടുണ്ടാവില്ല. ദെൻ വാട്ട് അബൌട്ട് ദിസ് തിങ്. ആൻഡ് string can't be assigned to the parameter type none and positioned in the and this piece. Okay, and this is actually a string. Okay, ഇത്തരത്തിലുള്ള എറേഴ്സ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റണം, മനസ്സിലാക്കാൻ പറ്റണം. സോ ലെറ്റ് മീ കോപ്പി ദിസ് എറർ ഫ്രം ഹിയർ. ഇവിടുന്ന് കോപ്പി ചെയ്തു. നൗ ഗോ ബാക്ക് ടു കോഡ്. ആൻഡ് ഇതെവിടെയാണ് സംഭവിച്ചത് എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇയാളോട് പറയാം എവിടെയാണ് സംഭവിച്ചത്. ഹിയോ, ഞാനത് ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് കൊടുത്തു. ഇവിടെ പ്രശ്നമുണ്ട്. ലെഫ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് നമ്മൾ ആക്ച്വലി കാൽക്കുലേറ്റ് ചെയ്ത് ദെൻ ഇറ്റ് ഈസ് ഫിക്സിങ് ദറ്റ് ഇഷ്യൂ. നമ്മളുടെ കോഡിൽ ആ ഇഷ്യൂ ഇയാൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫിക്സ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്, ഫിക്സ് ചെയ്ത് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ആൻഡ് അഗെയിൻ ഞാനത് കോപ്പി ചെയ്തു. ദെൻ ഗോ ബാക്ക് ആൻഡ് റീപ്ലേസ് ദിസ് തിങ്. And I think now the issue is with your model. അതല്ലെങ്കിൽ നമ്മൾ ഇനിയും എന്ത് ചെയ്യേണ്ടി വരും, ഇനിയും നമുക്ക് ആ ഇഷ്യൂ ഉണ്ട്. ഇവിടെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ബിൽഡ് കോണ്ടെക്സ്റ്റ് ആൻഡ് media query dot undefined name context. Okay, I think this is a method. You haven't passed a context here. ഈ ഒരു നോളജ് നമുക്ക് ഉണ്ടായിരിക്കണം. ബിൽഡ് കോണ്ടെക്സ്റ്റ് എന്ന് ഞാൻ പാസ് ചെയ്തോടെ. ഓക്കെ, ആൻഡ് നൗ യു ഹാവ് an error here somewhere. Okay, and you have to pass this context here. Okay, now നമ്മൾ ഇതിനകത്തുള്ള എറേഴ്സ് ഒക്കെ ഓൾമോസ്റ്റ് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ റീബൂട്ട് ചെയ്തു, ആപ്പ് റീബൂട്ട് ചെയ്തു. Now your UI is something different. You can see the difference.
ഇവിടെ കണ്ടില്ലേ, അതിനിവിടെ ഹൈറ്റൊക്കെ എന്ത് ചെയ്തു, ഹൈറ്റ് വേറെ വേറെ രീതിയിൽ വന്നു. ഓക്കെ, ഇതിനകത്ത് ഇനിയും ട്വിക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മളുടെ ഇറ്റ്സ് ഓക്കെ, ഓൾമോസ്റ്റ് പെർഫെക്റ്റ്. സീ ദ ദിസ് തിങ്സ് യു. നമ്മളിത് ഇരുന്ന് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര ടൈം എടുക്കുന്ന ആലോചിച്ച് നോക്കുക. ഇവിടെയുള്ള ഒരു സ്ലൈഡർ, അതിൽ ഡിഫറെൻറ്റ് കളേഴ്സ് ആൻഡ് ആ റേഞ്ച് അനുസരിച്ച് കളേഴ്സ്, ഇത് കണ്ടില്ലേ. See and see the magic and reset all the values. Everything is reset to default and I'll share you the code. And ഇതിരുന്ന് നമ്മൾ എഴുതിണ്ടാക്കണമെങ്കിൽ you can imagine how much time we need to spend to create this UI. And this is the powerfulness of the AI tool. So that's why I told you AI will be your assistant. And ഞാൻ AI ടൂൾസിന് വേണ്ടി മാത്രം എന്ത് ചെയ്യുന്നുണ്ട്, I'm spending I think 3 AI tool and 60 or almost $100 1 month നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊരു എക്സ്പെൻഡിച്ചർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ബിക്കോസ് നമുക്ക് ഏത് പ്രൊജക്റ്റ് നമുക്ക് കമ്മിറ്റ് ചെയ്യാം, ഫാസ്റ്റർ ആയിട്ട് ചെയ്യാം, പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്തു. സോ ആസ് എ ബിഗിനർ ഇതിങ്ങനെ ഉപയോഗിക്കരുത്. ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എന്താണ് ഇതിൽ നടക്കുന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് പ്രത്യേകിച്ച് അണ്ടർസ്റ്റാൻഡിംഗ് ഒന്നും കിട്ടില്ല. പക്ഷെ വൺസ് നിങ്ങൾ ഇതുമായിട്ട് ഫെമിലറൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ UI ഒന്നും, അല്ലെങ്കിൽ ഈവൻ ദ ലോജിക് ഇരുന്ന് എഴുതിണ്ടാക്കേണ്ട ആവശ്യമില്ല എന്നർത്ഥം. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ആൻഡ് നമ്മൾ എസ്പെഷ്യലി നമ്മൾ പഠിച്ചത് ഇതാണ്, അതിൻ്റെ ഒരു ഫോൾഡർ സ്ട്രക്ചർ എങ്ങനെയാണ്, എങ്ങനെയാണ് പ്രൊവൈഡർ എഴുതിയത്. ഇതൊന്നും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഇത് നമ്മൾ എഴുതിണ്ടാക്കൊന്നും വേണ്ട. സിംപ്ലി നിങ്ങൾ പ്രോംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എവറിത്തിങ്. ഐ ഷോ യു. ആൻഡ് ഇവിടെ വന്നിട്ട് പറയുകയാണെന്ത്, ഓക്കെ, give me the complete files like models വേണം, പിന്നെന്ത് വേണം, സർവീസ് പ്രൊവൈഡേഴ്സ്. സ്പെല്ലിങ് കറക്റ്റ് ആണെന്ന് നിർബന്ധമൊന്നുമില്ല, AI ആണ്, അതിന് മനസ്സിലായിക്കോളും. പ്രൊവൈഡേഴ്സ്, then the core folder and the files, and I'm using MVVM. So this will create everything for you and sit back and relax. ഏതൊക്കെ ഫയൽ എവിടെയൊക്കെ കൊണ്ടിടണം, ഫസ്റ്റ് ഇറ്റ് will create a folder structure, then the features, then the main.dart file, then what are the packages you need to import. Everything will be generated like this. You can create any app. And ഇപ്പം നിങ്ങൾക്ക് പവർഫുൾ ആയിട്ട് നിങ്ങൾക്ക് തിങ്ക് ചെയ്യാം, ലൈക്ക് എബൌട്ട് സം ഐഡിയ. നിങ്ങളുടെ മനസ്സിൽ എന്തോ ഒരു നല്ല ഐഡിയ ഉണ്ട്, നിങ്ങൾക്ക് അതിന് നേരത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിരുന്നില്ല, ഇതിനെ സ്വന്തം ഇരുന്ന് എഴുതാനുള്ളൊരു ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് ഇല്ല. നൗ യു ക്യാൻ ഡു ദാറ്റ്. ഓക്കെ, അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാൻ. അത് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്, സ്റ്റോപ്പ് ചെയ്തു. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് പവർഫുൾ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള UIs ക്രിയേറ്റ് ചെയ്യാം. ഞാൻ അത് ഒന്ന് ഡാർക്ക് മോഡാക്കി. ഐ ക്യാൻ സി. ലെറ്റ് മീ റീബൂട്ട് ദിസ് തിങ്. റീബൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും, ആ സ്റ്റേറ്റ് മാനേജ് ചെയ്യുന്നുണ്ടോ നോക്കുക. എക്സാക്ട്ലി സ്റ്റേറ്റ് ഡാർക്ക് മോഡ് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് യു ക്യാൻ ചേഞ്ച് ദ ജെൻഡർ ലൈക്ക് ദിസ്. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ആൻഡ് UI പാർട്ട് ഞാൻ ജനറേറ്റ് ചെയ്യാണ് ചെയ്തത്. ബിക്കോസ് ഈ ഒരു കാലഘട്ടത്തിൽ അതിരുന്ന് എഴുതിണ്ടാക്കേണ്ട ഒരാവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ജനറേറ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു UI ഡിസൈൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ അതേപോലെ ക്രിയേറ്റ് ചെയ്ത് തരും. അതല്ല, നിങ്ങൾക്ക് ഡിസൈൻ ഇല്ല, നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് നമ്മൾ റൈറ്റ് നൗ ഇപ്പോൾ നമ്മൾ ചെയ്ത പോലെ ആണെങ്കിൽ എന്ത് ചെയ്യാം, ഇതേപോലെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പിന്നെ അതിനെ ട്വീക്ക് ചെയ്ത് എടുത്താൽ മതി. ഇതിനെ ഈ ഹോം വ്യൂവിനെ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്യാം കേട്ടോ. അത് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഒക്കെ ആയിട്ടാണ് എഴുതിയേക്കുന്നത്. ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആയിരിക്കും. ഇതിനെ ക്ലാസ് ആയിട്ട് യൂസബിൾ കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാനൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യും, എഴുതിത്തരും. ഇപ്പം ഞാൻ അതൊന്നും എഴുതിയിട്ടില്ല. സിംപ്ലി നമുക്ക് ആകെ ഒരൊറ്റ ഫീച്ചറുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതിയത്. ഓക്കെ, ആൻഡ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ നമ്മൾ ഓൺലൈനിൽ ഈ കോഴ്സൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 1 month 2 month കോഴ്സുകളൊക്കെയാണ്. ചെറിയ ഫീസുള്ളൂ. മറ്റുള്ള സ്ഥലത്തൊക്കെ നിങ്ങൾ ഒരുപാട് ഫീസ് കൊടുത്ത് പഠിക്കുന്നത് നമ്മൾ അതിൻ്റെ 1/3 ഫീസ് പോലും നമ്മൾ വാങ്ങാറില്ല. എന്നാൽ നമ്മൾ ലൈവായിട്ടുള്ള ക്ലാസ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് അബ്സല്യൂട്ട് ബിഗിനേഴ്സ് ആണ്. അപ്പോൾ അതിൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കവർ ചെയ്തു ഒരു 1 month 2 month കൊണ്ട്. 1 month കോഴ്സുകൾ നിങ്ങൾ ഓൾറെഡി ഈ യൂട്യൂബൊക്കെ നോക്കി കുറച്ച് പഠിച്ച ആൾക്കാരാണ്, നിങ്ങൾക്കൊന്ന് ബ്രഷപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓൺലൈൻ ഉണ്ട്, ഓഫ്ലൈൻ ഉണ്ട്. ഓഫ്ലൈൻ നമ്മുടെ ഓഫീസിൽ വെച്ചിട്ടാണ്. ഓൺലൈൻ നിങ്ങൾക്ക് എവിടെ ഇരുന്നും, ലോകത്ത് എവിടെ ഇരുന്നും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം.
ഏത് ടൈമിംഗ് സോൺ ആയാലും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, സോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ലൈക്ക് ചെയ്യണം ആൻഡ് സബ്സ്ക്രൈബും ചെയ്യണം. കാരണം മെജോറിറ്റി ഓഫ് വ്യൂവേഴ്സ് അൺസബ്സ്ക്രൈബ് വ്യൂവേഴ്സ് ആണ്. നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് നമുക്ക് ഉണ്ടാവണമല്ലോ, നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യാനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പറയുന്നതാണ്. ആൻഡ് ഇറ്റ്സ് അപ് ടു യു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.